എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേക്കുമെങ്കിലും ഞാൻ വാതിലൊന്നും തുറക്കാറില്ല. ഇപ്പോൾ പപ്പ എഴുന്നേറ്റിട്ട് വാതിലൊക്കെ തുറക്കണം. അതുകൊണ്ട് പുറത്ത് ഇരുട്ടൊന്നും കാണിക്കാറില്ല. നേരത്തെ പപ്പ മുകളിലല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ വേഗം വാതിലൊക്കെ തുറന്നിടും. പക്ഷേ ഇപ്പോൾ പപ്പ താഴെ കിടക്കുന്നതുകൊണ്ട് പപ്പയാണ് വാതിലൊക്കെ തുറക്കണത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ഇരിക്കുള്ളൂ, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കണത്. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് ഫ്ലാസ്കിൽ നിറച്ചൊക്കെ വെച്ച് പിന്നെ എൻ്റെ യൂട്യൂബ് വർക്കെല്ലാം കഴിഞ്ഞ് വളർന്ന് കിടന്നുറങ്ങി. ആ തളർന്ന് കിടന്നു, അതെന്താ വയ്യ കിടന്നുറങ്ങണ. എന്തെന്നപ്പാ പാടില്ലമ്മേ? താഞ്ചുറങ്ങണ കുഞ്ഞി, താഞ്ചുറങ്ങണ. ചേടാ നടുവൊക്കെ നിവർത്തി തന്നെയാണ്. ആ ചേട്ട പിന്നെ ചേട്ടൻ്റെപ്പാ എടാ, നീ അവിടെ ഒന്ന് ഇരിക്കേ, കൊച്ചിൻ്റെ അടുത്ത് ഇരുന്നടാ. കൊച്ചു തളർന്നിരിക്കണായിരുന്നു. നീ അപമാനിച്ചില്ല. കല്യാണം കരിക്കല്ലേ, കാപ്പി പിടിക്ക്. അപ്പോൾ റൂബിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ ഒരു പ്രശ്നം തുടങ്ങിയേക്കണോണ്ട് ആൾ എപ്പോഴും ഇങ്ങനെ ഒളിച്ചിരിക്കലും സ്ക്രാച്ച് ചെയ്യലും ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാറ്റിനെ കൊച്ച് വന്നിട്ടും ആൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കണേയിരുന്നു. പിന്നെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഓടി വന്നത്. ലൈറ്റ് ഇടടോ ഒക്കെ തിന്നില്ല. വാ വരൂ. എന്താണ് എൻ്റെ? ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ കാപ്പി എടുക്കാം. വെള്ളമൊക്കെ എടുത്തോളാം, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ കഴിക്കുമില്ല. ഇല്ല എനിക്ക് ബ്യൂട്ടി വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ രാത്രി, കാലത്തുണ്ടാക്കേണ്ടത് രാത്രി ഉണ്ടാക്കി. അത് ഹാർഡാണ് കുറച്ച്, കാരണം പൊങ്ങണില്ലല്ലോ. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി മാവ് പൊങ്ങിയില്ല, ഭയങ്കര തണുപ്പായതുകൊണ്ട്. ചൂടുവെള്ളത്തിന് മീതിൽ ഞാൻ വെച്ചെങ്കിലും അപ്പോഴും പൊങ്ങിയില്ല. അപ്പോൾ ഇതായാലും രാവിലെ ഇന്നലെ വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, ഇഡ്ഡലി പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഉണ്ടാക്കി ഞാൻ വെച്ച് പിറ്റേന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണിപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇന്നലെ കുറേ ടിപ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഏതെങ്കിലുമൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ചിക്കൻ ഉള്ളതിൽ എല്ലാം ഉള്ളതുകൊണ്ട് റിച്ചാന് ചിക്കൻ വേണ്ട, പനീർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചില്ലി പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ സാറ്റിന് വന്നത് പച്ചക്കറികൾ അതിനകത്ത് 2 സാധനത്തിനും, ഫ്രൈഡ് റൈസിനും ചില്ലി പനീറിനും വേണ്ടിയിട്ടുള്ള അതെല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടാണ്. എല്ലാം നല്ല നൈസായിട്ട് കട്ട് ചെയ്തൊക്കെ തന്നു. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പനീർ മാത്രമേ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പനീർ വെക്കണത്, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്കും പപ്പക്കുള്ള തലേദിവസം ചോറുണ്ട്, പിന്നെ കപ്പ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. 2 പീസ് കപ്പ ബാക്കിയുണ്ട്, അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു മുട്ട പൊരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് 2 ആൾക്കും ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെലറിയുടെ തണ്ട് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലറി ഉണ്ടെങ്കിലാണ് ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പനീറിൻ്റെ അകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കോൺഫ്ലവർ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരിത്തിരി ഒരു കോട്ടിങ് പോലെ ആക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പീസസ് ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു കോട്ടിങ് ഇത്തിരി വെള്ളത്തോടുകൂടി, ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ആ ഒരു
ഡ്രൈ ആയിട്ടുള്ളൊരു കോട്ടിങ്ങിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഈ ബജ്ജിയൊക്കെ എടുത്തിട്ടിടില്ല എന്ന് പറഞ്ഞ പോലെ ആക്കിയാൽ കുറച്ചും കൂടി വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കും. അപ്പോൾ ഞാനേതായാലും ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേനെ. അപ്പോഴേക്കും ഇവിടെ ഒരുവിധം കട്ടിങ്ങൊക്കെ തീർന്ന് വരുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള ക്യാരറ്റ് ക്യാബേജ് ഉണ്ടായിരുന്നു, അത് ഇടാൻ ഞാൻ മറന്നുപോയി. ഇത് വീഡിയോ കണ്ടപ്പോഴേ ഓർത്ത ക്യാബേജും കൂടി എടുക്കാമായിരുന്നെന്ന്. അപ്പോൾ ക്യാരറ്റും ബീൻസും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. അടിയിലൊന്ന് ചെറുതായിട്ട്, വലിയ കുഴപ്പമില്ല എങ്കിലും അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കും. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒത്തിരി വേണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ അതങ്ങോട്ട് കോരി മാറ്റിയിട്ട് അതിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഒന്ന് പതിയൊന്നാക്കിയിട്ട് പിന്നെ ഇത്തിരി സവാള, സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൾബ് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോഴേക്കും റിച്ചാർഡും വന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. എന്നിട്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഇത്തിരി സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ സോയാ സോസും ചില്ലി സോസും ഞാൻ ഇട്ടെങ്കിലും ടൊമാറ്റോ കെച്ചപ്പ് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഇട്ടത്, എങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ ഒരു ചിക്കൻ ക്യൂബ് കൂടിയിട്ട് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തു. അത് ഇതിനകത്ത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ചിക്കൻ ക്യൂബ് കൂടിയിട്ട് ഇട്ട് കൊടുത്ത്. അപ്പം ഞാൻ മാഗി മസാല മേടിച്ച് വെച്ചതാണ് ആദ്യം ഞാൻ എടുത്തത് കേട്ടോ ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മാഗി മസാല എടുത്തപ്പോഴത്തേക്കും അതിന് നൂഡിൽസിൻ്റെ സ്മെല്ലാണ്. പിന്നെ അതിൽ അവർ കാണിച്ചിട്ടുമില്ല, ചില്ലി ചിക്കനിലും ഒക്കെ ഇടാമെന്നൊന്നും അവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റായി പോയാലാന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ സാധാരണ ചിക്കൻ ക്യൂബ് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത്തിരി കോൺഫ്ലോർ അവിടെ കലക്കി വെച്ചത് അതും കൂടി ഇത്തിരി ലൂസായിട്ട് കലക്കി വെച്ച് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ. അപ്പോൾ ഇനി വേറെ വെള്ളം ആയിട്ട് ഇങ്ങനെ ഒഴിക്കേണ്ടത് ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ സെലറിയും കൂടിയൊക്കെ ഇട്ട്, അപ്പോഴാണ് ഞാൻ ഓർത്തത് സോസ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ കുറച്ച് സോസ് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പനീർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ, ഇപ്പോൾ ചില്ലി ചിക്കൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പനീറും കൂടി ഇട്ടിട്ട് ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിത്തിരി വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് പിന്നെ അത് ഏറ്റവും അവസാനം കുറച്ചും കൂടി സെലറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഫ്രൈഡ് റൈസിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിച്ചിട്ട് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തണുക്കാതെ നമ്മൾ ഫ്രൈഡ് റൈസ് ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അരിയെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് തണുക്കണം, അന്നേരമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് വഴറ്റിലൊക്കെ ചെയ്ത് വെക്കാം. എന്നിട്ട് മാത്രം സാവധാനം റൈസ് ഇട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ബ്രാൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് തന്നെയാണ് ആദ്യം ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി ചോപ്പ് ചെയ്ത സവാളയും, വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത സവാളയും. ഇപ്പം നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ഇത്തിരി വലിയ വലിയ പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്തിരുന്നത്. ഇതിനകത്ത് നല്ലതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത സവാള. എന്നിട്ട് പിന്നെ അതൊന്ന് പതിയൊന്നായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട വെജിറ്റബിൾസ്, ക്യാരറ്റും ബീൻസും മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. ക്യാബേജ് ഉള്ളത് ഞാൻ മറന്നു പോയത്. അപ്പോൾ ക്യാബേജും കൂടി എടുത്താൽ നല്ലതാണ്. വളരെ കുറച്ച് മതി. ഫ്രൈഡ് റൈസിൽ ഒരുപാട് പച്ചക്കറി അങ്ങനെ ഇടൂല. അപ്പം ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തേക്കണത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം ഫ്രൈഡ് റൈസ് ആയതിനു ശേഷം അതിൻ്റെ മീതയിലൊന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കൂടിയിട്ട് ക്യാപ്സിക്കത്തിൻ്റെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴിട്ട് കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങോട്ടായിപ്പോവും. പിന്നെ സെലറിയുടെ കുറച്ച് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇടണം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുട്ടയും കൂടി ഒരു 3 മുട്ട അതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണേണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ചേക്കണോണ്ടായിരുന്നു നല്ല കട്ടിക്കായിരിക്കണത്. അപ്പോൾ അത് ഒന്ന് കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതൊന്ന് പൊടിച്ച് ചേർക്കണേണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തൊക്കെ വീഡിയോയിൽ ഫ്രൈഡ് റൈസിൽ എന്തൊക്കെ ഇടണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വെച്ചു. എനിക്കപ്പോൾ അത്
റിപ്ലൈ അത്രയും കൂടുതൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് മറുപടി അങ്ങനെ അധികം പറയാറില്ല. അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്ക് ഞാനിത് ചെയ്യണ ഇപ്പോൾ കാണാമല്ല, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണത്. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 3 മുട്ട ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് താഴെ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം പതി ഒന്ന് ഇളക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മുട്ട വെറുതെ പൊടിഞ്ഞ പോലെ ഇട്ടത് അറിയൂല, മിക്സായി പോകും. അപ്പോൾ ഒരു പീസസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് വെന്ത് പിന്നെ ഒന്ന് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഈ റൈസ് ഞാനിപ്പോൾ ചൂടോട് കൂടി എൻ്റെ മീതയിലേക്ക് ഇട്ടിട്ട് മൂടാതെ അവിടെ മാറ്റി വെച്ചിട്ടാ. അത് തണുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ അതിങ്ങനെ തണുത്ത് വരില്ല, കലത്തിലിരിക്കുമ്പോൾ ചൂടാറാൻ താമസിക്കും. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ ചെയ്തത് കപ്പ ബാക്കി ഇരുന്ന് വെച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കണേന് കേട്ടോ. കഴിഞ്ഞ ദിവസം കപ്പ വേവിച്ച കൂട്ടത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പപ്പ കഴിച്ച് പിന്നെ സാറ്റിനൊക്കെ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഫ്രഷ് കപ്പ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ്. പക്ഷേ ഇന്ന് ഇവർ ഫ്രൈഡ് റൈസല്ലേ കഴിക്കണത്, അപ്പോൾ ആ കപ്പ വേവിച്ചിട്ട് അത് കഴിക്കാൻ പറ്റില്ലല്ലോ സാറ്റിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഏതായാലും ഇത്തിരി തേങ്ങ ഇട്ടിട്ട് പപ്പക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ അത് ചെയ്യാം. വെറുതെ കടുക്ക പൊട്ടിച്ച് താളിച്ചിട്ട് ഇത്തിരി തേങ്ങ ഇട്ടിട്ട് കപ്പ വേവിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കറിയായിട്ട് എടുക്കാനുള്ള ആ ഒരു കപ്പ ഫ്രിഡ്ജിലോട്ട് അരിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ കപ്പയും ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടാണ്. അപ്പം നമ്മളുടെ ഇവിടേക്ക് ഇങ്ങനെ കപ്പ കുഴച്ചിങ്ങനെ ഒരു തവിയൊക്കെ കൊണ്ട് നല്ലപോലെ കുഴച്ചൊക്കെ എടുക്കൂലേ, തോണ്ടി കഴിക്കാൻ പറ്റിയ രീതിയിലൊക്കെ, അതൊന്നും ഇവിടെ കഴിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. എനിക്കതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി വല്ലയിടത്തും ചെന്നിട്ട് നമ്മൾ ആരെങ്കിലും ചെയ്തത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാലേ ഉള്ളൂ. ആരും നമുക്കങ്ങനെയൊന്നും ഇങ്ങനെ ഒരു ഫുഡായിട്ട് ഉണ്ടാക്കി തന്നിട്ടുമില്ല. പിന്നെ നമ്മൾക്കാണെങ്കിലും അത് കഴിക്കാൻ തോന്നാറുമില്ല, അതുകൊണ്ട് ഉണ്ടാക്കാത്തത്. അപ്പോൾ കപ്പ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇത് ആറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെയും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ റൈസിൻ്റെ മീതയിലേക്ക് ഇത് സോയാ സോസും ചില്ലി സോസുമാണ് ഇട്ടത്. അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കണക്കൊക്കെ ആദ്യം ഇട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് വായിൽ വെച്ച് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആദ്യം തന്നെ ഇടരുത്. പിന്നെ കുറച്ച് സെലറി അരിഞ്ഞത് അതും കൂടിയൊക്കെ ഇട്ട് ഏറ്റവും അവസാനം ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും ഇത്തിരി കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ചധികം നേരം ഇട്ട് മറിക്കണം കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ മറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പപ്പ വന്നിട്ട് അതായത് പപ്പ ഇന്ന് ചൊവ്വാഴ്ച ചെയ്തുകൊണ്ട് സെയിൻറ്റ് ആൻ്റണി ചാപ്പൽ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി എല്ലാ മാസാദ്യ ചൊവ്വാഴ്ചയും ഏറ്റവും ആദ്യത്തെ ചൊവ്വാഴ്ച ബിഷപ്പിൻ്റെ കുർബാന ഇരിക്കുമെന്ന് പള്ളിയിൽ വിളിച്ച് പറഞ്ഞെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ബാക്കിൽ പാട്ട് വെച്ചേക്കണേണ്, ജോലി ചെയ്യണ സമയത്തെ പാട്ട് വെച്ചേക്കണോണ്ട് അതിൻ്റെ ശബ്ദം കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതെങ്ങനെ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ പപ്പ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പപ്പക്ക് അത് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ പപ്പ എല്ലാ ചൊവ്വാഴ്ചയും പോണതാണ്. ഇപ്പോൾ കല്യാണം ആയി ആ ഒരു സമയം ഇപ്പോൾ ഒരു മാസമായിട്ട് പപ്പക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ വീട്ടിൽ തിരക്കല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും പോകാൻ സാധിച്ചത്. അപ്പോൾ ഇനി മുതൽ ആദ്യ ചൊവ്വാഴ്ച ഇനി ബിഷപ്പിൻ്റെ കുർബാനയും കൂടി കാണാമല്ല, ഭയങ്കര ജനത്തിരക്കായിരിക്കുള്ളൂ ആ ദിവസം എന്നൊക്കെയാണ് പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പപ്പ പോയി ഉടുപ്പൊക്കെ മാറിയിട്ട സമയത്ത് ഞാൻ പിന്നെ എൻ്റെ പാചകമെല്ലാം കഴിഞ്ഞല്ല, ഞാൻ പെരക്കെ ഒന്ന് അടിച്ച് തുടക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കല്യാണത്തിന് നമ്മൾ വളരെ കുറച്ച് ആളുകളെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുറേ പേർക്ക് പരാതി ഉണ്ടാവും, ഞങ്ങളെ വിളിച്ചില്ല എന്നുള്ളത്. പക്ഷെ എല്ലാവരുടെയും പരാതി മാറ്റിക്കൊണ്ട് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകളെ വിളിക്കാതെ എല്ലാവർക്കും വിളിച്ച ആളുകൾ സമാധാനമായി കല്യാണം കൂടി നല്ല ഭക്ഷണം കഴിച്ച് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാധിച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മളുടെ കല്യാണം കൂടാവുന്ന ഓരോരുത്തരും ഇടയ്ക്ക് നമ്മളെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്തൊക്കെ പറയുന്നത് അത് തന്നെയായിരുന്നു. ശരിക്കും മാതൃകയാക്കേണ്ട ഒരു വിവാഹമായിരുന്നു നിങ്ങളുടേത്. കാരണം ഒട്ടും ജനത്തിരക്കില്ലാതെ ഫുഡ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ എത്ര തവണ പോയിട്ടും ഫുഡ് എടുത്ത് കഴിക്കാം. തിരക്കാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ ഒരു രീതിയിൽ ക്യൂ നിന്ന് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും കൂടി വേണമെന്ന് തോന്നിയാൽ പോലും പിന്നീട് നമ്മൾ എടുക്കാൻ പോകില്ല. കാരണം വീണ്ടും ഇങ്ങനെ ക്യൂ നിൽക്കണേയിരിക്കുള്ളൂ, വീണ്ടും നമ്മൾ നിൽക്കണ്ടേ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ചിലപ്പോൾ വയറ് നിറയാതെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പോരേണ്ടി വന്നിട്ടുണ്ടെന്ന് ആളുകൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ഫുഡ് എല്ലാം
ഒരു ക്യൂ ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ആളുകളെ കുറച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ. അത് കേറ്ററിംഗുകാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല, ഞങ്ങൾക്കും തിരക്കില്ലാതെ വളരെ സമാധാനമായിട്ട് വിളമ്പി കൊടുക്കാനും എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കാനൊക്കെ സാധിച്ചു. ഒരുപാട് ജനത്തിരക്കാകുമ്പോൾ ഈ വിളമ്പുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഫുഡ് കുറച്ചേ വിളമ്പുള്ളൂ, അവർക്ക് പേടിയാവും ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ഫുഡേ വിളമ്പുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും 2-3 തവണ ചെന്നെടുക്കേണ്ട അവസ്ഥ വരും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ, കാരണം ഒരു വിവാഹം എന്ത് ഫംഗ്ഷനാണെന്നുണ്ടെങ്കിലും അതിൽ പ്രധാനം നമ്മളുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ ഒരുപാട് പണച്ചെലവാക്കിയിട്ട് അലങ്കാരങ്ങളും ഭയങ്കര ആർഭാടങ്ങളും നടത്തിയിട്ട് ഫുഡ് വൃത്തിക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏറ്റവും എല്ലാവരുടെ ആഗ്രഹം ഫുഡ് കറക്റ്റായിട്ട് നല്ല ഫുഡ് കിട്ടണം, ആവശ്യത്തിന് ഒക്കെ കഴിച്ച് വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി പോകുന്നതാണ് എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചും അത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ വളരെ സമാധാനപരമായിട്ടാണ് ഒരു കല്യാണം നടത്തി വിട്ടത്. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 250 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 75 പേരും നമ്മുടെ മോളുടെ വശത്തു നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അത്രയും കുറവായിരുന്നു നമ്മൾ ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യമുള്ള ആളുകൾ മാത്രം, അടുത്ത ബന്ധുക്കളും 2-3 സുഹൃത്തുക്കളെന്നൊക്കെ പറയാൻ വളരെ കുറച്ച് മാത്രം, 1-2 സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് മഴക്കാലമാണ്, എല്ലാവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് നടത്തിയ കല്യാണം. പക്ഷെ അത് വന്ന് കൂടി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇങ്ങനെ വേണം കല്യാണം നടത്താൻ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരുപാട് കല്യാണങ്ങൾക്ക് നമ്മൾ പോയിട്ട് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന അങ്ങനെയാണ് ഭൂരിഭാഗം കല്യാണങ്ങളും വരുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയണതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പയ്ക്ക് ഒരു മുട്ടയൊക്കെ പൊരിച്ച് ഈ കപ്പ ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ഇത്തിരി കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും വേപ്പിലയും ഇട്ട്, വേറെ ഉള്ളിയൊന്നും ഇടുന്നില്ല, അതിനകത്തേക്ക് ഇത്തിരി തേങ്ങയും കൂടി ഇട്ടിട്ട് വേവിച്ച കപ്പയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ചെയ്യണുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അടുത്ത് ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒച്ചത്തിൽ പാട്ട് വെക്കരുതെന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് മാത്രം വളരെ ലൈറ്റായിട്ട്, മ്യൂസിക് ഉണ്ട് എന്നാൽ ഇല്ല എന്ന് തോന്നുന്ന രീതിക്ക് മാത്രം ഇടാൻ പാടുള്ളൂ. കാരണം ഒത്തിരി അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ബന്ധുക്കളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമൊക്കെ ആയിരിക്കുള്ളൂ കാണുന്നത്. അവർക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടാവും. ഈ പാട്ട് ഇങ്ങനെ ഒച്ചത്തിലാകുമ്പോഴത്തേക്കും തമ്മിൽ സംസാരിക്കാൻ പറ്റാതെ തൊണ്ട കയറി സംസാരിച്ച് തൊണ്ട പൊട്ടി ചരിത്രം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും പാട്ടാണ് വെച്ചേക്കുന്നത് ഒച്ചത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് അതിനേലും വലിയ ശബ്ദത്തിലായിരിക്കുള്ളൂ നമ്മളുടെ ആ ഒരു സന്തോഷം കൊണ്ട് നമ്മളെല്ലാവരെയും കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ പോക്കാവും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകരുത്, വളരെ ലൈറ്റ് മ്യൂസിക് ആയിരിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞേച്ച്. അപ്പോൾ അതനുസരിച്ച് അവർ വളരെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കേണ്ടവർക്ക് തൊണ്ട പൊട്ടാതെ സംസാരിക്കുകയും ചെയ്യുക, അന്നേ ചെറിയതായിട്ടൊരു മ്യൂസിക് കേൾക്കുകയും ചെയ്യുക. അതുപോലെ പാട്ട്, ഡാൻസ്, നമ്മളുടെ പരിപാവനമായ ഈ ഒരു കർമ്മത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഏർപ്പാട് വേണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സമാധാനപരമായി നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു കല്യാണമാണ് നമ്മൾ നടത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ കുട്ടികളും കഴിക്കാൻ വന്നു കേട്ടോ. കഴിക്കാൻ വന്ന് അവർക്ക് ഞാൻ നേരത്തെ തന്നെ കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് അങ്ങനെ ആദ്യം സാറ്റിനൊക്കെ വിളമ്പും, അത് കഴിഞ്ഞിട്ട് റിച്ചാർഡിന് വിളമ്പും. ഇപ്പം ഞാനങ്ങനെ വിളമ്പിക്കൊണ്ട് വെക്കൽ പതിവില്ല, കാരണം നമുക്ക് സാറ്റിനയുടെ ഇതറിയില്ലല്ലോ, എന്തോരം കഴിക്കുമെന്നറിയില്ല. അപ്പോൾ ആവശ്യത്തിന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണത്. ഇപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ എന്തോരം കഴിക്കുമെന്നുള്ള ഒരു കണക്കെനിക്കറിയാം. അപ്പോൾ ഞാൻ വിളമ്പിയിട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യണത്. അപ്പോൾ പപ്പ റിച്ചാനെ കളിയാക്കിക്കൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പം ഞാനത് റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞത്, പപ്പ നിന്നെ കളിയാക്കുന്നുണ്ട് ഇങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കണ കണ്ടിട്ട്. അപ്പോൾ റിച്ചാർഡ് തിരിച്ചും പപ്പയുടെ അടുത്ത് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പ ഇതുപോലെ മമ്മിക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് റിച്ചാർഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയണില്ല കേട്ടോ. പപ്പയ്ക്ക് പറയാനുള്ളതൊക്കെ പപ്പ മിണ്ടാതിരുന്ന് ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. പപ്പയ്ക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് എനിക്കറിയാം. പപ്പ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പപ്പ എപ്പോഴും പറയും, ഇതൊക്കെ എന്നും നിലനിൽക്കണം, അല്ലാതെ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ട് ചെയ്യരുത്. പപ്പ ചെയ്യുന്നത് അറ്റം വരെ പോകുന്ന ഒരു കാര്യമായിരിക്കുള്ളൂ പപ്പ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പപ്പ ഒരു അൺറൊമാൻറ്റിക് മുരച്ചയായിട്ടൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ അത് അറ്റം വരെ നിലനിൽക്കുമെന്നാണ് പപ്പയുടെ ഒരു വാദം. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ചെയ്യുന്നത് അറ്റം വരെ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് പപ്പക്ക് പറയാനുള്ളതെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അങ്ങനെ പപ്പ പറയാതിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ, അപ്പോൾ പിള്ളേർ രണ്ടുപേരും കുളിച്ചിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ടാണ് താഴത്തേക്ക് വന്നത്.
അപ്പോൾ ഇന്നത്തത് കൊണ്ട് ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയല്ലേ, അത് ഇത് സാറ്റർഡേ ലാസ്റ്റ് ലീവ് എടുത്ത ലാസ്റ്റ് ദിവസമല്ലേ. അപ്പോൾ ബുധനാഴ്ച 1-ാം തീയതി ഇന്നത്തെ ദിവസം സാറ്റർഡേക്ക് ജോലിക്ക് തിരിച്ച് കയറണം. അപ്പോൾ ഇന്നാണെങ്കിൽ ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. ബുധൻ വ്യാഴം എല്ലാ ആഴ്ചയിലും ഓഫീസിൽ പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വെറുതെ പോകണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ശാന്തിലാലിൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഇത്തിരി സ്വീറ്റ്സ് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. പോയി വാങ്ങിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ഒന്നത് ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വീറ്റ്സ് ഏതായാലും ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് കൊള്ളാമോ എന്നൊന്ന് തുറന്ന് നോക്കി അങ്ങനെ തന്നെ അടച്ച്. അപ്പോൾ നാളെ രാവിലെ ഒരു 7 മണിയോടുകൂടി സാറിനൊക്കെ പോകണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഗുലാബ് ജാമുൻ സാറിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതും കൂടിയിട്ട് ഇത്തിരി മേടിച്ചതായിരുന്നു കേട്ടോ സാറിനെ കഴിക്കാൻ വേണ്ടിയിട്ട്, വളരെ കുറച്ച്. അങ്ങനെ സ്വീറ്റ്സ് എല്ലാം അവിടുത്തെ അടിപൊളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാറ്റിന് വന്നപ്പോഴും ഒരുപാട് സ്വീറ്റ്സും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു നല്ല നെയ്യിൽ ഫ്രഷായിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തരണത്. ഒരുപാട് ഇങ്ങനെ പഴകിയതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കച്ചവടം നടക്കാതെ പഴകിയതൊക്കെ ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുക. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല ഫ്രഷ് സാധനങ്ങളായിരിക്കുള്ളൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് ശാന്തിലാലിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആണ്. നമുക്ക് മേടിക്കാൻ നിൽക്കണമെങ്കിൽ തന്നെ അവിടെ ഇങ്ങനെ ഈ പണ്ട് ടിക്കറ്റൊക്കെ ബുക്ക് ഇത് സിനിമ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ പോകണ്ടേ ക്യൂവിൽ നിന്നിട്ട് എന്ന് പറഞ്ഞ പോലെ കെട്ടി വെച്ചേക്കണേണ് അവിടെ. ബാരിക്കേഡൊക്കെ ഉണ്ട് ആളുകൾ പിടിച്ച് കയറാതിരിക്കാനായിട്ട്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ബ്ലിങ്കിറ്റിൽ നിന്ന് നമ്മൾ ഒരു എലിയുടെ പെട്ടിയില്ലേ ട്രാപ്പ്, അതൊന്ന് ഓർഡർ ചെയ്തതാണ്. കാരണം നമ്മുടെ വീട്ടിലല്ല പുറത്ത് എലിയുടെ കാട്ടം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എലി വരുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ ഇത് ഏതായാലും ഒന്ന് വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് അതൊരെണ്ണം ട്രൈ ചെയ്യാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമായിട്ട് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നൂഡിൽസും ഒക്കെ ആയിട്ട് അങ്ങനെ മേടിച്ച്. ഡവ് സോപ്പ് നമ്മുടെ സാറ്റിന് യൂസ് ചെയ്യണം. സാറ്റിനൊക്കെ വേറെ സോപ്പുകളൊക്കെ സ്കിന്നിന് പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഡവ് മാത്രമായിട്ട് ഒരെണ്ണം മേടിച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു റാറ്റിൻ്റെ ട്രാപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇത് അത്രക്ക് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ സാറ്റിന് എന്ത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മനസ്സിലാക്കി ചെയ്യട്ടെ. അപ്പോൾ സാറ്റിന് അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ പിടിച്ച് വലിക്കാൻ നേരത്തെ അത് പോകുവാ. റൂമി അവിടുത്തെ ഒളിച്ചു നോക്കണ എടാ ബാഗ് എത്തി നോക്കണടാ. കൊച്ചൊന്നും മറഞ്ഞിരുന്നതാണ്. അപ്പോഴത്തേക്ക് അത് മാറ്റി കൊടുത്തു. എടാ വേണ്ട കുഞ്ഞിനെ മുഖത്ത് കടിച്ചോളൂ. അച്ഛോ ഇത് സാധനം സെറ്റായിട്ടുണ്ട് പപ്പ. ശരി, നമുക്ക് ഒരെണ്ണം പുറത്തുകൊണ്ട് വെച്ചു കൊടുക്കണം. ഒരു കപ്പ പീസും വെച്ചിട്ട് എടുത്തോണ്ട് വരട്ടെ, കപ്പ തൂക്കിയിടാ, എടുത്തോണ്ട് വരാം. അങ്ങനെ അതിൻ്റെ അകത്ത് ഇത്തിരി കപ്പയുടെ ഒരു ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തുകൊണ്ടേ വെച്ചിട്ടാ. പിന്നെ നമ്മളുടെ ഡിന്നറെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകാനും ഒക്കെ സാറ്റിനെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് വേഗം ജോലികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്